വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റായ മസാല ചായയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് ഇതുപോലെ ചായ തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ മസാല ചായ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4 ഏലക്കായ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ പച്ച ഏലക്കായ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 പീസ് കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. പട്ട അധികം കനമില്ലാത്ത കട്ടിയില്ലാത്ത കറുവപ്പട്ട എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്നൊരു 3-4 പീസാക്കി പൊട്ടിച്ച് വെച്ചതാണ്. പിന്നെ ഒരു 4-5 പീസ് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സി ഉപയോഗിക്കാതെയാണ് ചതച്ചത്. ഇനി നമ്മൾ ചായ തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു കപ്പ് അളവിൽ നമ്മളൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടായി കിട്ടണം. ഇപ്പോൾ അത് ചെറുതായിട്ട് സൈഡിലൊക്കെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 4 കപ്പ് ചായയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഈ സ്പൈസസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരണം. ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് നമ്മൾ സ്പൈസസ് നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കണം. ആ സമയത്ത് ഇതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മൾ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ. ഇപ്പോൾ ഇത് 2-3 മിനിറ്റ് നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഏത് ബ്രാൻഡാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മളിതിലേക്ക് നമ്മളെടുത്ത കപ്പിന് 1 കപ്പ് പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം നമ്മൾ ഓരോരുത്തരുടെ വീട്ടിൽ എങ്ങനെയാണോ ചേർക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലൊന്ന് ചൂടായതിന് ശേഷം മുകളിലേക്കൊന്ന് നന്നായി പൊങ്ങി വരണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മളെ പാല് നന്നായി ചൂടായി മുകളിലേക്ക് പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഒരു സെക്കൻഡ് അങ്ങനെ കിടന്ന് തിളക്കട്ടെ. നല്ല സ്പൈസസിൻ്റെയൊക്കെ ആ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അധികം ചൂടാറി പോകുന്നതിന് മുന്നേ തന്നെ ചായ കുടിക്കണം, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 2 പ്രാവശ്യം ഒഴിച്ചാറ്റിയതിന് ശേഷം നമുക്ക് കപ്പിലൊഴിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ കിച്ചൺ മൊത്തം ഈ ഒരു ചായയുടെ സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ മഴയുള്ള സമയത്തും തണുപ്പുള്ള സമയത്തൊക്കെ മസാല ചായ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. നമുക്കറിയാം ഇതിലെ ഓരോ സ്പൈസസിനും ഓരോ ഗുണങ്ങളാണുള്ളത്. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു.